ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കുഞ്ഞിക്കഥയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇലീന. ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നോ? ഭൂമിയിലെ ഏറ്റവും തിളക്കമുള്ള സ്ഥലത്തേക്ക്. അവിടെ എല്ലാ രാത്രിയും ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ മണ്ണിൽ വീഴുന്ന ഒരു രഹസ്യ വനമുണ്ട്. അതാണ് നക്ഷത്രവനം. അവിടുത്തെ കുഞ്ഞു രാജകുമാരി താരയുടെയും അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാന്ത്രിക ചെടിയുടെയും കഥയാണിത്. കഥയുടെ പേര് താരയുടെ മാന്ത്രിക ചെടി. കഥ കേൾക്കാൻ റെഡിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് ആ നക്ഷത്രവനത്തിലേക്ക് പോകാം. ഒരിടത്ത് രാത്രിയായാൽ മരങ്ങൾക്ക് മുകളിൽ നിറയെ മിന്നുന്ന വെളിച്ചം വരുന്ന ഒരു വനമുണ്ടായിരുന്നു. അതാണ് നക്ഷത്രവനം. അവിടുത്തെ രാജകുമാരിയുടെ പേര് താര എന്നാണ്. താരയ്ക്ക് 6 വയസ്സേ ഉള്ളൂ. അവൾ ഒരുപാട് കുറുമ്പുകളുള്ള ഒരു കൊച്ചുകുട്ടി ആയിരുന്നെങ്കിലും അവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എല്ലാ ചെടികൾക്കും അവളുടെ ശബ്ദം കേൾക്കാൻ കഴിയും. താരയുടെ മുത്തശ്ശി ഒരു വലിയ മന്ത്രവാദിനിയായിരുന്നു. ഒരു ദിവസം മുത്തശ്ശി താരയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, "എന്റെ കുഞ്ഞെ, നിനക്കിതാ മുത്തശ്ശിയുടെ ഒരു സമ്മാനം. ഇതൊരു കുഞ്ഞിച്ചെടിയാണ്. എന്നാൽ ഇതൊരു സാധാരണ ചെടിയല്ല. നിന്റെ സ്നേഹം മാത്രമാണ് ഇതിന്റെ മാന്ത്രിക ശക്തി." താര സന്തോഷത്തോടെ അത് വാങ്ങി. അവൾ ആ ചെടിക്ക് മിന്നി എന്ന് പേരിട്ടു. താര എന്നും മിന്നിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയാം, "മിന്നി, ഇന്ന് ഞാൻ പൂമ്പാറ്റകളോടൊപ്പം കളിച്ചു. നിന്റെ പൂവ് എപ്പോഴാണ് വരിക?" അവൾ പാട്ടുകൾ പാടിക്കൊടുക്കുമ്പോൾ മിന്നിയുടെ തളിർ ഇലകൾ തലയാട്ടി. മിന്നി പതുക്കെ വളർന്നു. അതിൽ ഒരു തിളങ്ങുന്ന നീലപ്പൂ വിരിഞ്ഞു. അവയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ ഈ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. നക്ഷത്രവനത്തിൽ നിന്ന് എല്ലാ മാന്ത്രിക ശക്തികളും മോഷ്ടിച്ചെടുക്കാൻ ഒരു ദുഷ്ടനായ മന്ത്രവാദി എത്തി. അവന്റെ പേര് കറുമ്പൻ മന്ത്രവാദി എന്നാണ്. അവന്റെ കറുത്ത വടി ഉയർത്തി അവൻ മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ ബൂം! നക്ഷത്രവനത്തിലെ എല്ലാ മാന്ത്രിക ശക്തികളും മാഞ്ഞുപോയി. മരങ്ങൾക്ക് വെളിച്ചം നഷ്ടപ്പെട്ടു. കിളികൾ പാടുന്നത് നിർത്തി. ഓടിച്ചെന്ന് മിന്നിയെ നോക്കി. താരയുടെ മിന്നി എന്ന ചെടിക്ക് പോലും മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ടു. അതിലെ തിളങ്ങുന്ന നീലപ്പൂവ് വാടിപ്പോയി. മിന്നിക്ക് താരയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. താര വിളിച്ചു, "മിന്നി, മിന്നി." താരയ്ക്ക് സങ്കടമായി. അവൾ മിന്നിയുടെ ചട്ടിയിൽ വെള്ളമൊഴിച്ചു, പാട്ടുപാടി. പക്ഷേ മിന്നി ഉണർന്നില്ല. അപ്പോൾ മിന്നിയുടെ ചട്ടിയിൽ നിന്ന് ചെറിയ പച്ചില താഴെ വീണു. അതിൽ മുത്തശ്ശിയുടെ കൈയക്ഷരത്തിൽ എഴുതിയിരുന്നു, "മിന്നിയുടെ ശക്തിക്ക് മാന്ത്രികത്തെ കണ്ടെത്തുക. അത് തേനീച്ച ഗുഹയിൽ ഒളിപ്പിച്ചിരിക്കുന്നു." താരയ്ക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, "ഞാൻ പോകും. എന്റെ മിന്നിക്ക് വേണ്ടി ഞാൻ ആ തേൻ കൊണ്ടുവരും." അവൾ ധൈര്യത്തോടെ മുത്തശ്ശിയുടെ ഒരു ചെറിയ സഞ്ചി എടുത്തു. ഇവിടെ ചട്ടിയും എടുത്ത് യാത്ര തുടങ്ങി. പക്ഷേ കറുമ്പൻ മന്ത്രവാദി അവൾക്ക് വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കി. അവൻ ഒരു ചെറിയ കറുത്ത മതിൽ ഉണ്ടാക്കി വഴി തടഞ്ഞു. "ഹേയ് കൊച്ചുകുട്ടി, നിനക്ക് എന്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല." മന്ത്രവാദി അട്ടഹസിച്ചു. താര വിഷമിച്ചിരിക്കുമ്പോൾ ഒരു മാന്ത്രിക പൂമ്പാറ്റ താരയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, "പേടിക്കേണ്ട രാജകുമാരി, എനിക്ക് മാന്ത്രിക തേനിന്റെ വഴി അറിയാം. ഞാൻ ചിറകടിക്കുമ്പോൾ നീ എന്റെ പിന്നാലെ വന്നാൽ മതി." പൂമ്പാറ്റയ്ക്ക് പിന്നാലെ താര ഓടി ഒരു വലിയ ഗുഹയുടെ അടുത്തെത്തി. അതാണ് തേനീച്ച ഗുഹ. അവിടെ നിറയെ തേനീച്ചകൾ ബും ബും എന്ന് പറഞ്ഞ് തേൻ ശേഖരിക്കുന്നു. തേനീച്ചകൾ താരയെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, "ഇത് ഞങ്ങളുടെ മാന്ത്രിക തേനാണ്. ഇത് നിനക്ക് നൽകാൻ കഴിയില്ല." താര ഭയന്നില്ല. അവൾ തേനീച്ച ചേട്ടന്മാരെ നോക്കി മിന്നിയുടെ കഥ പറഞ്ഞു. "തേനീച്ച ചേട്ടന്മാരെ, എന്റെ കൂട്ടുകാരി മിന്നിക്ക് സുഖമില്ല. അവൾക്ക് തേൻ വേണം, ഇല്ലെങ്കിൽ അവൾ ഉണരില്ല." താരയുടെ സ്നേഹമുള്ള സംസാരം കേട്ട് തേനീച്ചകൾക്ക് സങ്കടം വന്നു. അവർ പറഞ്ഞു, "ശരി, നീ നല്ല കുട്ടിയാണ്. നിനക്ക് വേണ്ടി ഞങ്ങൾ മാന്ത്രികത്തെ നൽകാം." അവർ താരയ്ക്ക് തിളക്കമുള്ള മാന്ത്രികത്തെ നൽകി.
അപ്പോഴാണ് കറുമ്പൻ മന്ത്രവാദി അവിടേക്ക് വന്നത്. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവൻ പറഞ്ഞു, എന്റെ തേൻ അതെനിക്ക് തരൂ. അവൻ തേൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ധൈര്യത്തോടെ നിന്നു. അവൾ ഒരു തുള്ളി മാന്ത്രികത്തേൽ എടുത്ത് മിന്നിയുടെ വാടിയ പൂവിന്റെ മുകളിൽ വെച്ചു. ബൂം! മിന്നി ഉണർന്നു. മിന്നിയുടെ പൂവ് സൂര്യനെ പോലെ തിളങ്ങി. മിന്നിയിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു വെളിച്ചം പുറത്തു വന്നു. അത് കറുമ്പൻ മന്ത്രവാദിയെ ചുറ്റിപ്പറ്റി. അവന്റെ ശക്തി കുറഞ്ഞു. മിന്നിയുടെ മാന്ത്രിക വെളിച്ചത്തിൽ കറുമ്പൻ മന്ത്രവാദി ഒരു കറുത്ത പുകയായി മാറി. മാഞ്ഞുപോയി. നക്ഷത്രവനം വീണ്ടും മാന്ത്രിക ശക്തിയോടെ തിളങ്ങി. പൂക്കൾക്ക് നിറം വന്നു. കിളികൾ പാട്ടുപാടി. മുത്തശ്ശി തിരിച്ചു വന്നു. താര മുത്തശ്ശിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി, ഞാൻ എൻ്റെ മിന്നിയെ രക്ഷിച്ചു. താര സന്തോഷത്തോടെ പറഞ്ഞു. മുത്തശ്ശി ചിരിച്ചു. എന്നിട്ട് വാത്സല്യത്തോടെ പറഞ്ഞു, മോളെ, മാന്ത്രിക ശക്തി ചെടിയിലല്ല, അത് നിന്റെ ഹൃദയത്തിൽ മിന്നുന്ന സ്നേഹത്തിലും ധൈര്യത്തിലുമാണ്. നിന്റെ സ്നേഹം കൊണ്ടാണ് മിന്നിക്ക് വീണ്ടും ശക്തി വന്നത്. അതിനുശേഷം താരരാജകുമാരി മിന്നിയോടൊപ്പം നക്ഷത്രവനം ഭരിച്ചു. അവൾ എല്ലാ ചെടികളോടും സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി. അവൾ വളരെ നല്ലൊരു രാജ്ഞിയായി മാറി. കൂട്ടുകാരെ, താരയും മിന്നിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ മായാജാലം ഇഷ്ടമായോ? കൂട്ടുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഏതാണ്? ആ ചെടിയോട് നിങ്ങൾ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? താഴെ കമന്റ് ചെയ്യൂ. കഥ ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഈ കഥ നിങ്ങൾക്കായി പറഞ്ഞത് കുഞ്ഞിക്കഥയിൽ നിന്ന് എലീന. അപ്പോൾ ഇനി അടുത്ത കഥയുമായി ഞാൻ വീണ്ടും വരും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.